എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെ ഒക്കെ ഒപ്പം ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇത് ഉണ്ടാക്കാനായിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതുമാണ്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചെവിയൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മീഡിയം വലിപ്പമുള്ള ഒരു 2.5 സവാള ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഒരു സവാളയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട കേട്ടോ. അത്യാവശ്യം ആ ഒരു സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. ചെറിയതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ സവാളയും ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ച ചെവിയൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 200 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്തിരിക്കുന്നതാണിത്. ഒരുപാടങ്ങ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ടെടുക്കരുത്. 1-2 തവണ കറക്കി ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ചിക്കനും പൊടിച്ചതും കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റോളം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു ചിക്കനിലും ആ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മാത്രം നമുക്ക് നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടെടുത്താണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇതിലേക്ക് ഞാൻ ഒരു സവാള വഴറ്റിയ സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ വേവിക്കുന്ന സമയത്തും കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. എന്നാൽ ഇതിൽ ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ആ ഒരു എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറി വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം ഇതിലൊരു പാത്രത്തിൽ കുറച്ചൊരു ഓയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഇതിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയിട്ടെടുക്കാവുന്നതാണ്. സാധാരണ നമ്മളൊരു മസാല ബോണ്ടയൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിപ്പോൾ ഇതിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഞാൻ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകമാണ്. അയമോദകം നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഈ ഒരു ബാറ്റർ അങ്ങ് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു കറക്റ്റ് ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്. അതിലെനിക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം തന്നെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അടുത്ത് മാത്രമേ വെള്ളം ഇതുപോലെ മിച്ചം വന്നിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരുപാടങ്ങ് ലൂസായി പോവാതെ എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഓരോന്നും എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ നിന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് തീ കുറയ്ക്കുകയും വേണ്ട, ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ നമ്മൾ വേവിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പുറമേ ഒരു മാവൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു സൈഡിൽ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുണ്ടല്ലോ, ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. സാധാരണ നമ്മളൊരു മസാല ബോണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൽ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.